നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മഴക്കാലം എല്ലാവരും കരുതലോടെ ഇരിക്കുന്നു എന്ന് കരുതട്ടെ. ഞാനിന്ന് ഒരു ബാങ്കിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറേ പേര് ഇതിനോടകം അത് കേട്ടിട്ടുണ്ടാവും. ടൈം ബാങ്ക്, സമയം ബാങ്ക് എന്ന് നമുക്കതിനെ വിളിക്കാം. സമയം നിക്ഷേപിക്കാനുള്ള ബാങ്കാണ് ടൈം ബാങ്ക്. സാധാരണ പണമാണല്ലോ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കുകയും പിൻവലിക്കുകയും ചെയ്യുന്നത്. ഈ ടൈം ബാങ്കിലാകട്ടെ നമുക്ക് സമയമാണ് നിക്ഷേപിക്കാൻ പറ്റുന്നത്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ സമയം മറ്റൊരാളെ പരിചരിക്കാനും സഹായിക്കാനും വേണ്ടി നൽകുന്നു. അങ്ങനെ ചെലവഴിക്കുന്ന സമയം അവരുടെ നിക്ഷേപമാണ്. ഇങ്ങനെ ടൈം ബാങ്കിൽ സമയം നിക്ഷേപിച്ചവർക്ക് ആവശ്യം വരുമ്പോൾ ആ സമയം പിൻവലിക്കാം. അവരെ പരിചരിക്കാനും സഹായിക്കാനും മറ്റൊരാൾ സമയം കണ്ടെത്തുന്നു. ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. അത് വരാനിടയായ സാഹചര്യം നമുക്കെല്ലാം അറിയാം. ലോകമെമ്പാടും വാർദ്ധക്യത്തിലെത്തിയവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. അവരെ പരിചരിക്കാനും പിന്തുണയ്ക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായി സ്വിറ്റ്സർലൻഡിൽ അവിടുത്തെ സർക്കാർ നടപ്പിലാക്കുന്ന സേവന പദ്ധതിയാണ് ടൈം ബാങ്ക്. നിയമപ്രകാരം അംഗീകരിച്ചിട്ടുള്ള ടൈം ബാങ്ക് അതൊരു പെൻഷൻ പദ്ധതിയാണ്. ആ രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കി വരികയാണ്. സമയം നൽകുകയും ആവശ്യമുള്ളപ്പോൾ തിരികെ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ടൈം ബാങ്കിൻ്റെ കാതൽ. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് വലിയ അളവിൽ ആശ്വാസം നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധ പ്രവർത്തകന് അവരുടെ സേവന സമയം കണക്കാക്കി ടൈം ബാങ്ക് കാർഡ് നൽകും. പിന്നീട് അവർക്ക് പരിചരണം ആവശ്യമായി വരുമ്പോൾ ഈ ടൈം ബാങ്ക് കാർഡ് ഉപയോഗിച്ച് സമയം പിൻവലിക്കാം. അതിനോടൊപ്പം സമയത്തിൻ്റെ പലിശയും കിട്ടും. ടൈം ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച ശേഷം മറ്റു സന്നദ്ധ പ്രവർത്തകരെ ആശുപത്രിയിലോ വീട്ടിലോ ഇദ്ദേഹത്തെ പരിചരിക്കാൻ നിയോഗിക്കും. വയസ്സായ ആളുകളുടെ എണ്ണം, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടിലും ടൈം ബാങ്ക് പെൻഷൻ പദ്ധതി ആലോചിക്കാവുന്നതാണ്. ശക്തമായ സാമൂഹ്യ ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പ് ഈ കാര്യം പരിശോധിക്കുമെന്ന് കരുതാം. കുറച്ച് സമയം മറ്റുള്ളവർക്ക് സേവനത്തിന് സമയം നൽകി വലിയ സാമൂഹ്യ മാറ്റത്തിനൊരുക്കുവാൻ കഴിയുന്ന ടൈം ബാങ്ക് പദ്ധതിയിൽ നമുക്കും ചേരാം. നമുക്കും അതിനെ പിന്തുണയ്ക്കാം.
സർക്കാർ അത് നിയമപരമായി തന്നെ അംഗീകരിക്കാൻ അമാന്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.